ശരിയാ ചെറിയമ്മേ. അമ്മയും മകളെന്ന് പറയുന്നത് ചെറിയ ബന്ധമൊന്നും അല്ലല്ലോ. നിങ്ങൾ തമ്മിൽ കാണുന്ന നിമിഷം മുതൽ രാധികയുടെ മനസ്സ് ചില ചോദ്യങ്ങളൊക്കെ ഉയർന്നു തുടങ്ങും. പിന്നെ പതുക്കെ പതുക്കെ അവൾ അതിനോട് പൊരുത്തപ്പെട്ടു തുടങ്ങും. അമ്മയോട് വെറുപ്പാണെന്ന് ഇപ്പൊ പറയുന്നത് പോലെ ആയിരിക്കില്ല. ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയോ അതിലിരട്ടിയോ അത്രയൊക്കെ ആയിരിക്കും അവളുടെ റിയാക്ഷൻ. ശ്യാമ ധൈര്യമായിട്ടിരിക്കെ. ആദ്യം അവൾ കാലങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന കാഴ്ച നടക്കട്ടെ. എടുക്ക് ചെറിയമ്മേ. ഹലോ മോളെ, നാളെ എപ്പോഴാ അമ്പലത്തിലേക്ക് വരുന്നേ? ആ നാളെ രാവിലെ തന്നെ വരും മോളെ. മോള് ശ്യാമ മേഡത്തിന്റെ കാര്യല്ലേ ചോദിച്ചേ? ആ അതെ. പക്ഷെ ഞാൻ അതാ ചോദിക്കുന്നത്, ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാ കണ്ടുപിടിച്ചേ? അതെനിക്ക് അറിഞ്ഞൂടെ, അതാ ഞാനതിന്റെ മറുപടി ഇത്ര പെട്ടെന്ന് തന്നെ പറഞ്ഞേ. മാഡം, ഞാൻ കാണാൻ പോകുന്നുണ്ട്. ഞാൻ പോകുമ്പോ ഫിദ മാഡം കൂടി എൻ്റെ കൂടെ വരുമോ? എങ്കിലും എന്നെ ഒന്ന് നന്നായിട്ട് പരിചയപ്പെടുത്താലോ? അത് എനിക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് മോളെ. അത്യാവശ്യമായിട്ട് എനിക്കിതിന് പോയേ പറ്റൂ. നമ്മുടെ അനാഥാലയത്തിലൊരു കുട്ടിയുടെ കല്യാണം. കുഴപ്പമില്ല, ഞാൻ ശ്യാമ മേഡത്തിനോട് വിളിച്ച് പറഞ്ഞേക്കാം. മോളെ നന്നായിട്ട് അറിയാലോ, പാട്ടും കേട്ടിട്ടുണ്ട്. രാധിക മോള് വരുന്നുണ്ടെന്ന് സ്പെഷ്യലായിട്ട് തന്നെ ഞാൻ പറഞ്ഞേക്കാം. എങ്കിൽ നന്നായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ നാളെ ശ്യാമ മേഡത്തിനെ കാണണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇരിക്കണോ നിക്കണോ എന്നൊന്നും അറിയാൻ വയ്യ. എല്ലാം നന്നായിട്ട് തന്നെ നടക്കും. നിങ്ങൾ തമ്മിൽ കാണാൻ ഇനി അധികം വൈകാൻ പാടില്ല. ഞാനേ ഒരു നല്ല ഡ്രസ്സൊക്കെ എടുത്ത് തേച്ച് വെക്കട്ടെ. ശ്യാമ മേഡത്തിന് ആദ്യമായിട്ട് മുഖാമുഖം കാണാൻ പോവല്ലേ. ആയിക്കോട്ടെ മോളെ. മോള് പെട്ടെന്ന് വിളിച്ചപ്പോ വാക്കുകൾ തെറ്റിപ്പോയല്ലേ? ചോദ്യം അങ്ങനെയായിരുന്നല്ലോ, പെട്ടെന്നറിയാതങ്ങ് പറഞ്ഞുപോയി. അത് സാരമില്ല. നാളെ നേരിൽ കാണുന്ന മുഹൂർത്തത്തിലെ അബദ്ധങ്ങളൊന്നും പറയാതിരുന്നാ മതി. ഫിദയായിട്ട് ജീവിക്കുമ്പോ ഇടയിൽ മറയായിട്ടൊരു വസ്ത്രമുണ്ട്. നാളെ ആ മറയില്ല. എനിക്കറിയില്ല എങ്ങനെയാ ഞാൻ അവളെ ഫേസ് ചെയ്യാന്ന്.